നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികൾക്ക് ആശ്വാസമേകുന്ന ഒരു ശുഭവാർത്ത ഉടൻ എത്തും. സൗദി അറേബ്യ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ്. സൗദിയിലേക്ക് വിമാന കമ്പനികളെ ആകർഷിക്കാൻ ലക്ഷ്യമിട്ട് രാജ്യത്തെ വിമാനത്താവള ഫീസിൽ കുറവ് വരുത്താൻ സിവിൽ ഏവിയേഷൻ അതോറിറ്റി തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് പ്രകാരം 35% വരെ ഫീസിൽ കുറവ് വരുത്താനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ ആഗോള യാത്രാ ഹബ്ബായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ടിക്കറ്റ് നിരക്കുകളിൽ കുറവ് വരുത്തി പുതിയ നീക്കത്തിലൂടെ സൗദി ലക്ഷ്യം വയ്ക്കുന്നത്. അയൽ രാജ്യമായ UAE, ഖത്തർ എന്നിവിടങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളുമായി മികച്ച മത്സരത്തിനാണ് രാജ്യം ശ്രമിക്കുന്നത്. ഈ വർഷാവസാനം ഇളവ് പ്രാബല്യത്തിലാകുന്നതോടെ യാത്രക്കാർക്ക് ടിക്കറ്റ് നിരക്കിലും കുറവുണ്ടാകും. ഇത് പ്രവാസികൾക്ക് ഏറെ ആശ്വാസകരമാണ്. ഇളവുകൾ വരുന്നതോടെ കൂടുതൽ വിമാന കമ്പനികൾ സൗദിയിൽ നിന്ന് സർവീസ് തുടങ്ങും. വിമാനത്താവളങ്ങളുടെ നിലയനുസരിച്ച് കൂടുതൽ ഇളവ് നൽകാനും നീക്കമുണ്ട്. വിമാനത്താവള ഫീസിൽ ഇളവ് വരുന്നതോടെ യാത്രക്കാരുടെ ടിക്കറ്റ് നിരക്കിലും കുറവ് പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ നാട്ടിലേക്ക് കുറഞ്ഞ നിരക്കിൽ പ്രവാസികൾക്ക് യാത്ര ചെയ്യാവുന്നതാണ്. ജിദ്ദ, റിയാദ്, ദമാം വിമാനത്താവളങ്ങളിൽ ഈ വർഷം അവസാനത്തോടെ ഇളവ് പ്രാബല്യത്തിലാകുമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇത് വിമാനത്താവളങ്ങളുടെ സ്വകാര്യവൽക്കരണ പദ്ധതിയുടെ അടുത്ത ഘട്ടമാണെന്നാണ് ഗാഗ വ്യക്തമാക്കുന്നത്. വിമാനത്താവള മേഖലയിലെ സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചാർജുകൾ കുറയ്ക്കുമെന്ന് സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ ബുധനാഴ്ച പ്രഖ്യാപിച്ചിരുന്നു. ഇസ്രയേൽ ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളിലെയും വിമാനങ്ങൾക്കായി സൗദി അറേബ്യ അടുത്തിടെ വ്യോമപാത തുറന്നുകൊടുത്തിരുന്നു. നിബന്ധനകൾ പാലിക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും സൗദി അറേബ്യയുടെ വ്യോമപാത ഉപയോഗിക്കാമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുകയായിരുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് സൗദി അറേബ്യയുടെ സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി സുപ്രധാനമായ പ്രഖ്യാപനം നടത്തിയത്. യാത്രാ വിമാനങ്ങൾക്കിടയിൽ വിവേചനം പാടില്ലെന്ന അന്താരാഷ്ട്ര ചട്ടങ്ങൾ പാലിച്ചാണ് എല്ലാ വിമാന കമ്പനികൾക്കുമായി വ്യോമപാത സൗദി തുറന്നുകൊടുക്കുന്നതെന്ന് അറിയിച്ചത്. ഒപ്പം 3 ഭൂഖണ്ഡങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ആഗോള ഹബ് എന്ന നിലയിലുള്ള സൗദി അറേബ്യയുടെ സ്ഥാനം കണക്കിലെടുത്തും അന്താരാഷ്ട്ര വ്യോമഗതാഗതം കൂടുതൽ സുഗമമാക്കുന്നതിനും വേണ്ടിയാണ് തീരുമാനമെന്നും സിവിൽ ഏവിയേഷൻ ജനറൽ അതോറിറ്റി പറയുന്നു. സൗദി വ്യോമപാതയിലൂടെ സർവീസ് നടത്താൻ എല്ലാ വിമാന കമ്പനികൾക്കും അനുമതി നൽകാനുള്ള സൗദി തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്താൻ ഇസ്രായേൽ വിമാന കമ്പനികൾ ഒരുങ്ങുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യ, തായ്ലൻഡ് പോലുള്ള രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്താൻ കഴിയുമെന്നതാണ് ഇതിന്റെ സവിശേഷത. വ്യോമയാന പാത ഉപയോഗിക്കാൻ അനുമതി നൽകിയ പശ്ചാത്തലത്തിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ നടത്താനുള്ള അനുമതിക്കായി സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റിക്ക് ഇതിനകം അപേക്ഷ നൽകിയതായി ഇസ്രയേൽ എയർലൈനുകളായ LI ഇസ്രയേൽ, അർക്കിയ എയർലൈൻസ് എന്നിവ അറിയിച്ചു. നിലവിൽ സൗദി വ്യോമപാത വഴി UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാനങ്ങൾക്ക് മാത്രം സർവീസ് നടത്താനാണ് ഇസ്രയേൽ കമ്പനികൾക്ക് അനുവാദമുള്ളത്. പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റിടങ്ങളിലേക്കും സർവീസ് നടത്താൻ ഇസ്രയേൽ എയർലൈനുകൾക്ക് സാധിക്കുന്നതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.